2 ചായ. എല്ലാം കൂടെ ആലോചിച്ചിട്ട് മനുഷ്യനെ ടെൻഷൻ അടിക്കുന്നടാ. എടാ ഒന്ന് നിർത്തണേ, എത്രാമത്തെ എടാ ഫാസി, ബിസിനസ് ഒരു സൈഡിൽ കിടക്കുന്നു, നാട്ടിലെ കാര്യങ്ങൾ ഒരു സൈഡിൽ കിടക്കുന്നു. എടാ ഫാസി, എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത് ഞാൻ കൈപിടിച്ച ഏറ്റവുമാരാണ്. ഇവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നറിയാ. അല്ലാത്ത സമയത്ത് ഒരു 100 ആൾക്കാർ എന്നെ വിളിക്കും, ഞാൻ സേഫ് ആണോ എന്താണോ അല്ലെ ബിസിനസ് എങ്ങനെ പോകുന്നു, ആരും വിളിച്ചൊന്നും ചോദിച്ചിട്ടില്ലടാ. എടാ എല്ലാരും അവസ്ഥ ഇങ്ങനൊക്കെ തന്നെയല്ലേ. 10 സെക്കൻഡ് വേണ്ടല്ലോടാ ഒരു മെസ്സേജ് അയക്കാൻ. അതിനു വേണ്ടിയൊക്കെ തിരക്കാർക്കാടാ. എടാ എല്ലാരും നമ്മളെ പോലെ ചിന്തിക്കണമെന്നില്ലല്ലോ, ഓൾക്ക് അവരുടെ തിരക്കൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനല്ലടാ, ചില സമയത്തില്ല നമ്മുടെ യൂസ് ചെയ്യാനായിട്ട് മാത്രം ബന്ധങ്ങൾ പുലർത്തുന്ന ഒരു തോന്നലടാ. അറിയില്ല, ചിലപ്പോ തെറ്റായിരിക്കാം. സിപി ഫണ്ടിനിപ്പോ എന്ത് ചെയ്യും സിപി? സീനാണ്, ബുദ്ധിമുട്ടാണ്. ഇല്ലടാ, ഈ ഒരു സമയത്ത് ഞാൻ വിളിക്കുന്ന നിനക്ക് എന്നെ അറിയാം. ഇപ്പൊ വാറിന്റെ സിറ്റുവേഷനിൽ എല്ലാവരും പെട്ടിട്ടില്ലതാ. എടാ നാട്ടിലൊക്കെ നല്ല സെറ്റപ്പാണ്, നമുക്ക് അറിയുന്നതാണ്. നീ ധൈര്യത്തിൽ വിളിയടേ, ഇപ്പഴല്ല പിന്നെ എപ്പോഴും സഹായിക്കേ. വിളിച്ചു നോക്കാല്ലേ? വിളിച്ചു നോക്ക് നീ. എല്ലാ പിന്നെ ഹലോ വലൈക്കും സലാം. പറശാനത് ഞാൻ എവിടെ ഉണ്ട് മോനെ? എന്താ പറ്റി? ഓഫീസിലാ? പറയ്. കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും നിങ്ങൾ, എന്നാലും ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലായില്ലത്. എന്തെങ്കിലും സഹായിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷന്? ഷാനിദേ മോനെ, ഇപ്പോഴത്തെ സാഹചര്യം നിനക്ക് മൊത്തത്തിൽ അറിയാലോടാ. ആകപ്പാട് മൊത്തത്തിൽ ഇപ്പൊ എത്തിരി പെട്ടിരിക്കുകയാണ്. നീ ഇപ്രാവശ്യം വേറെ എവിടുന്നേലും ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഞാൻ എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. പക്ഷെ നീ പരമാവധി വേറെ എവിടുന്നേലും ഒന്ന് നോക്ക്. കാരണം ഇപ്രാവശ്യം വലിയ പ്രതീക്ഷയില്ല. ഇൻഷാല്ലാ. ശരിയാണ്. എന്താ പറയണോ? ഞാൻ പറഞ്ഞിട്ട് മൂപ്പര് ബുദ്ധിമുട്ടിൽ തന്നെയാണെന്നുള്ളത്. കാരണം ഇപ്പം വാറായോണ്ട് എല്ലാവരും സിറ്റുവേഷൻ തന്നെയാവും മൂപ്പർക്കല്ലേ. അന്ന് ഒഴിവാക്കിയതടങ്ങായി മുപ്പികളെ കയ്യിലെ കായില്ലായിരിക്കണേ. അന്നെ നൈസായിട്ട് വെക്കും. നീ ഭയങ്കര കൊമ്പത്തല്ലേ കയറ്റി വെച്ച്. അപ്പൊ തന്നെ എനിക്ക് തോന്നി എനിക്ക് കിട്ടുന്നില്ല. ഒരാവശ്യം നമ്മൾ സഹിച്ചില്ലല്ലോ. അതന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങളുടെ പൈസ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും? എടാ എനിക്ക് അറിയണല്ലേ നമ്മുടെ സാഹചര്യം എന്താണ്. എന്നാലും എവിടുന്നേലും നോക്കണം. എന്തെങ്കിലും ആവശ്യമില്ലാതെ ആ ചെക്കൻ എന്നെ വിളിക്കത്തില്ല. എടാ ഇവനോട് കാര്യം പറഞ്ഞില്ലേ? അവൻ ആരും ഇല്ലടാ ഇവിടെ സഹായിക്കും. നീ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കണം. ഈ സാഹചര്യത്തിലൊക്കെ ഞാൻ നീ ഒന്ന് വിളിച്ചു നോക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവന് വാക്ക് കൊടുത്തില്ല. എന്നാലും നീ ഒന്ന് വിളിച്ചു നോക്ക്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഞാനൊന്ന് ചെയ്യാം. നോക്കട്ടെ. അന്ന് ഒഴിവാക്കിയതടങ്ങായി. അവൻ ആരും ഇല്ലടാ ഇവിടെ സഹായിക്കും. നീ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കണം.